അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലുൽ ഫഖ്റ ബൈതുൻ ഫീ ഇസ്മി. എൻ്റെ പേരുള്ള വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം പ്രവേശിക്കുകയില്ല. അപ്പോൾ മുഹമ്മദ് എന്ന പേര് ഏതെങ്കിലും വീട്ടിലെ കുട്ടിക്കുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന്, ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നതായതുകൊണ്ട് ആ വീട്ടിൽ ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം. മറ്റുള്ള ആളുകൾ അറിയാനോ അല്ലെങ്കിൽ എൻ്റെ പേര് മുഹമ്മദ് നബിയുടെ പേരാണെന്ന് മറ്റുള്ള ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാനോ വേണ്ടിയല്ല, മറിച്ച് ആ ഒരു പൊരുത്തം, ആ ഒരു മദത് എൻ്റെ കുട്ടിക്ക് ലഭിക്കണം. ചിലപ്പോൾ ജീവിതകാലം മുഴുവനും ആ ബർക്കത്ത് ലഭിച്ചോളണം എന്നില്ല, മറിച്ച് ചിലപ്പോൾ അല്ലാഹു തആല ഏത് സമയത്താണ് ആ പേര് കൊണ്ടുള്ള ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ തരാമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അല്ലാഹു ഒരിക്കലും തരാതിരിക്കില്ല. ചിലപ്പോൾ ജീവിതത്തിൻ്റെ തുടക്കത്തിലായിരിക്കും, ചിലപ്പോൾ പകുതിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മരണസമയത്തായിരിക്കും. ഏത് സമയത്താണെങ്കിലും നമ്മൾ രക്ഷപ്പെടാൻ അത് കാരണമല്ലേ. മരണസമയത്തായാൽ പിന്നെ നമുക്ക് എത്ര വലിയ സന്തോഷമാണ്, ഈമാനോടെ മരിക്കാൻ നമുക്ക് സാധ്യമാകും. ആ മുത്തുനബിയുടെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും, ഖബറിൽ ലഭിക്കും, അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തും മഹ്ശറയിൽ വരെ. ചിലപ്പോൾ ജീവിതത്തിൽ നമുക്കതിൻ്റെ ബർക്കത്ത് ലഭിക്കണമെന്നില്ല, ചിലപ്പോൾ അത് ലഭിക്കും മരണസമയത്തായിരിക്കും, അല്ലെങ്കിൽ ഖബറിലായിരിക്കും, അല്ലെങ്കിൽ മഹ്ശറയിലായിരിക്കും, അല്ലെങ്കിൽ സിറാത്ത് പാലത്ത് കിടക്കുന്ന സമയത്തായിരിക്കും. ഏത് സമയത്താണെങ്കിലും നമ്മൾ മുഹമ്മദ് എന്ന പേര് വെച്ചാൽ ഒരിക്കലും അവന് പരാജയപ്പെടുകയില്ല. ഇത് മുത്തുനബിയുടെ വാക്കാണ്. പല ആളുകൾക്കും പറയാനുണ്ടാകും, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, എനിക്ക് ദാരിദ്ര്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ല. പിന്നെ എവിടെ നിന്നാണ് അള്ളാഹു നമുക്ക് റഹ്മത്ത് തരിക? അതൊരിക്കലും പറഞ്ഞുകൂടാ. ഏത് സമയത്തും അള്ളാഹു നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം തരും, അത് ഉറപ്പാണ്. ആ ഒരു ഈമാനിക വിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് മനസ്സിലാക്കാനും നല്ലത് ചിന്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.